നമസ്കാരം, ഞാൻ ഷൈനി ബിനു. മലപ്പുറം ജില്ലയിലെ നിലമ്പൂരാണ് എന്റെ സ്വദേശം. പ്രൊഫഷണലി ഞാനൊരു നേഴ്സാണ്, മോഡലാണ്, ആക്ട്രസ് ആണ്. ഈ വർഷത്തെ മിസസ് ഇന്റർനാഷണൽ വുമൻ ഓഫ് സബ്സ്റ്റൻസ് 2025 വിന്നറാണ്. ഇതാണ് എന്റെ ബേസിക് പ്രൊഫൈൽ എന്ന് പറയുന്നത്. 2005 ഞാൻ 10th പാസ്സാവണത്. അന്ന് എനിക്ക് +2 പഠിക്കാൻ പറ്റിയില്ല. അതെന്ന് വെച്ചാൽ എന്റെ ഫാമിലിയുടെ സിറ്റുവേഷൻ അങ്ങനെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ആ പഠിക്കുന്ന സമയം കൊണ്ട് ഒരു ജോലി നേടുക എന്ന് മാത്രമേ ലക്ഷ്യം ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അന്നൊക്കെ 10 കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നഴ്സിംഗ് പഠിക്കാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ 2 വർഷത്തെ നഴ്സിംഗ് പഠിച്ചു. കുറെ വർഷം പിന്നെ ജോലിയൊക്കെ ചെയ്ത് അപ്പോഴെന്റെ ഉള്ളിലൊരു വിങ്ങലായിരുന്നു. ഞാൻ +2 പഠിക്കാത്തതിന്റെ ഒരു വിഷമം വീട്ടുകാർക്ക് ഉണ്ടായിരുന്നു, എനിക്ക് നന്നായിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഞാൻ അന്വേഷിക്കുമ്പോഴൊക്കെ ക്ലാസ്സിന് പോകണം, സാറ്റർഡേ സൺഡേ ഒക്കെ ക്ലാസ്സിന് പോകണം. പിന്നെ ഞാൻ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുമ്പോൾ അതൊന്നും സാധ്യതയില്ലാത്തൊരു കാര്യം തന്നെയായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഫേസ്ബുക്കിൽ ജസ്റ്റ് സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ നമ്മുടെ ഗുരുകുൽ കോളേജിനെ കുറിച്ച് അറിയുന്നു കേട്ടോ. അപ്പൊ ഞാൻ ജസ്റ്റ് അവരോട് സംസാരിച്ചപ്പോ ഒരു സ്റ്റാഫായിട്ട് സംസാരിച്ചു. അവരുടെ കമ്മ്യൂണിക്കേഷൻ കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. കാരണം അവർ നന്നായിട്ട് നമ്മളെ കൺവിൻസ് ചെയ്തു. കാരണം എനിക്ക് ഇഷ്ടമായി. ഞാൻ അവരോട് പറഞ്ഞു, ഞാൻ ഇത്രയും വർഷം ഗ്യാപ്പ് ഉണ്ട്, അപ്പൊ എനിക്ക് പഠിച്ചാൽ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു. അപ്പൊ അവർ പറഞ്ഞു, മാമിന് വേണ്ട എല്ലാ സപ്പോർട്ടും ഞാൻ തരാം, മാം ജോയിൻ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയല്ല, അവർ ബിസിനസ് പരമായിട്ടല്ല കേട്ടോ പറഞ്ഞത്. അവരൊരു ഒരു ഒരു വ്യക്തിയോടുള്ള നല്ലൊരു പരിഗണന തന്നിട്ട് തന്നെയാണ് അവർ സംസാരിച്ചത്. ചിലവർ പറയുമല്ലോ ബിസിനസ് അവർക്കൊരു ക്ലയന്റിനെ കിട്ടാൻ വേണ്ടിയിട്ടുള്ള, അതൊന്നും അല്ലായിരുന്നു കേട്ടോ. അവർ നല്ല സപ്പോർട്ട് ചെയ്തിട്ടാണ് നമ്മളവിടെ സംസാരിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നത്. അങ്ങനെ ഞാൻ ഗുരുകുൽ കോളേജിൽ ജോയിൻ ചെയ്തു. 10 മാസം ഉണ്ടായിരുന്നു ഡ്യൂറേഷൻ. 10ാമത്തെ മാസം എക്സാം എഴുതി ഫസ്റ്റ് ക്ലാസ്സോടെ പാസ്സായി. എന്തായാലും ഒത്തിരി സന്തോഷമുണ്ട്. കാരണം അവരുടെ സ്റ്റാഫിന്റെ ആ ഒരു ഡെഡിക്കേഷൻ പറയാതിരിക്കാൻ വയ്യ കേട്ടോ. കാരണം അവർ ആ തുടക്കം മുതൽ നമ്മുടെ ആ ഒരു സർട്ടിഫിക്കറ്റ് കൈ വരുന്ന വരെ നമ്മളായിട്ട് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടേയിരുന്നു. അതായത് ഇതുപോലെ തന്നെ നമുക്ക് ഓൺലൈൻ ക്ലാസ്സും ഉണ്ട്, അതുപോലെ തന്നെ റെക്കോർഡ് ക്ലാസ്സുകളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നല്ല ഉപകാരമായിട്ടോ. കാരണം ഈ ഡ്യൂട്ടീന്റെ ഇടയിലൊക്കെ എനിക്ക് പഠിക്കാനൊന്നും സമയം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ ലീവുള്ള ദിവസമൊക്കെ ഇരുന്ന് ഞാൻ പഠിച്ചു. എന്നാലും എനിക്ക് നന്നായിട്ട് പഠിക്കാൻ പറ്റി. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ എന്റെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു +2 കഴിഞ്ഞിട്ട് BSc നേഴ്സ് ആവണം എന്നുള്ളത്. എന്തായാലും ദൈവം അനുഗ്രഹിച്ച് ഞാൻ എക്സാം കഴിഞ്ഞ ഉടനെ ഞാൻ അഡ്മിഷൻ എടുത്തു BSc നേഴ്സിന്. ഇപ്പോൾ 2nd ഇയർ ആണ്. എന്തായാലും ഒത്തിരി സന്തോഷമായിട്ടുണ്ട്. കാരണം ഇതിന്റെ നന്ദിയും കടപ്പാട് അറിയിക്കുന്നത് നമ്മുടെ ഗുരുകുൽ കോളേജിലാണ്. അതിൽ 2-3 കുട്ടികളുണ്ട്. കാരണം അവർ പറയാതിരിക്കാൻ പറ്റില്ല. എനിക്ക് അറിയുന്ന പേര് എനിക്ക് തോന്നുന്നു ഷിഗ എന്ന് പറയുന്ന ഒരു കുട്ടി ഭയങ്കര സപ്പോർട്ടായിരുന്നു. പിന്നെ ഒരു ആതിര എന്ന് പറയുന്ന ഒരു കുട്ടി ഭയങ്കര സപ്പോർട്ടായിരുന്നു കേട്ടോ. കാരണം എന്ത് കാര്യം ഉണ്ടെങ്കിലും നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് പാതിരാത്രി ആയാലും നമുക്ക് സ്പോട്ടിൽ റെസ്പോണ്ട് ചെയ്യാന്ന് പറഞ്ഞാല് അതൊരു വല്ലാത്ത കാര്യം തന്നെയായിരുന്നു. എന്തായാലും ഞാനിപ്പോ ദുബായിലാണ് ഉള്ളത്. ഞാനിപ്പോ ഒരു ഡയാലിസിസ് ക്ലിനിക്കിനാണ് വർക്ക് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഞാൻ പഠിക്കുന്നുമുണ്ട്. എന്തായാലും താങ്ക് യു സോ മച്ച് ഗുരുകുൽ കോളേജ്. അതുപോലെ ഇത് ഒരു വീട്ടമ്മമാർക്കായാലും മുന്നോട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കായാലും ഇതൊരു പ്രചോദനമാവട്ടെ എന്നും കൂടി ഞാൻ ആശംസിക്കുന്നു.